ഹലോ ഹായ് നമസ്കാരം. ഷൈൻ ടോം ചാക്കോ നായകനായിട്ട് പുതിയൊരു സിനിമ വരുന്നുണ്ട്. വിവേകാനന്ദൻ വൈറലാണെന്നാണ് സിനിമയുടെ പേര്. സിനിമ വൈറലാവുന്നതിന് മുമ്പ് ഇൻ്റർവ്യൂസൊക്കെ വൈറലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആവട്ടെ, അതുപോലെ തന്നെ സിനിമയും വൈറലാവട്ടെ എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ ഇൻ്റർവ്യൂസിൽ പലതും ഇങ്ങനെ റീലൊക്കെ ആയിട്ട് പലരും എനിക്ക് അയച്ചു തരാറുണ്ട്. ഇതൊന്ന് റിയാക്ട് ചെയ്യാമോ, ഇതിൽ ഇദ്ദേഹം പറയുന്നതിൽ കാര്യമില്ല എന്നൊക്കെ. ഞാനതിന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിൽ ബഹുഭൂരിപക്ഷവും ഇത് വൈറലാവാൻ ഇന്ന കാര്യങ്ങളൊക്കെ വേണം, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓടിപ്പൊക്കോളും എന്നൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ്. അതുകൊണ്ട് തന്നെ അതിനർഹിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റീല് എനിക്ക് ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ശരിയാണല്ലോ ഇയാൾ ഈ പറയുന്നത്, എന്തൊരു കറക്റ്റാണ് ഈ പറയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ച് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു പടം ചെയ്തു. അവിടെ ആർട്ടിസ്റ്റുകൾ രണ്ട് മെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ. അവർക്ക് ക്യാരവാൻ ഉണ്ട്. എനിക്കൊരു റൂം തന്നു. എന്തുകൊണ്ട് അവര് താൻ മെയിൽ ആക്ടർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ആ വ്യക്തികളല്ലേ അതുപോലെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ലൊക്കേഷനിൽ പോലും അവരുടെ എന്താ പറയാ, ഇവർക്ക് നല്ല കാര്യം കൊടുക്കുന്നത് അങ്ങനെയുണ്ട് ഇവിടെ. നമ്മൾ കൊടുത്തിട്ടില്ലേ? അപ്പൊ തന്നെ മാത്രം പറയാൻ ഞങ്ങൾ ലാഭം പെട്ടില്ലേ? അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകൾ ഞാൻ അപ്പൊ ആ വ്യക്തികൾ രണ്ട് വ്യക്തികളുടെ പേര് പറ. ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ചൊരു കാര്യം, ആ വ്യക്തി എല്ലാ വ്യക്തികളുടെ കാര്യം അത് അങ്ങനെ പറഞ്ഞു. മെയിൽ എന്ന് പറയുന്നത് മെയിലിനാണല്ലേ? അപ്പൊ ആ വ്യക്തികളുടെ പേര് പറ. ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ? മെയിൽ എന്ന് പറഞ്ഞു ഞാൻ പിടിച്ചേ ഞാൻ എപ്പോഴെങ്കിലും സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടോ? കുറ്റം പറയണ്ട. പറയുന്നത് രണ്ട് മെയിൽ ആക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ ഒപ്പീനിയൻ പറയണ്ടേ? ഞാൻ ചോയ്സ് അല്ല. ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് പലരുടെ പ്രസ്താവനകളും വിമർശിക്കപ്പെടുന്നതായി ഒരു കൂട്ടത്തെ കൂട്ടമായിട്ട് പറയുമ്പോഴല്ലേ? അപ്പൊ മെയിൽ ആക്ടേഴ്സ് അങ്ങനെ പറയാൻ പാടില്ല. ആക്ടേഴ്സ് എന്നാണ് പറയുന്നത്, മെയിലിന്റെ പേര് അല്ലേ? അപ്പൊ മെയിൽ പറയുന്നത് ആക്ടേഴ്സ്. അപ്പൊ അവിടെ ആൺ പെൺ വ്യത്യാസം കാണുന്നത് ചോയ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അഭിസംബോധന ചെയ്യാൻ പാടില്ല. മലയാളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിലാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വന്നത്. ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോടൊപ്പം ഗ്രേസ് ആൻ്റണി അഭിനേത്രിയുണ്ട്, അതുപോലെ തന്നെ മറീനയുണ്ട്, പിന്നെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുണ്ട്. ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഷൈൻ ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഗ്രേസ് എന്തോ ചോദിക്കുന്നുണ്ട്. പിന്നെ അവർ തമ്മിലൊരു ചെറിയ കോൺവെർസേഷൻ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ആ ചാനൽ പരിപൂർണമായും ആ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ അവർ സംസാരിച്ചതും വഴക്കിട്ടതും പിണങ്ങി പോകുന്നതൊക്കെ. ഈ അടുത്ത കാലങ്ങളിൽ ഈ ആങ്കറിനെ വിറപ്പിച്ച ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നയാൾ എന്ന് പറയുന്ന സംഭവം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വന്നിരിക്കുന്ന ആളുകൾ ആങ്കറിനോട് ദേഷ്യപ്പെടുന്നത് പോലെ ഒരു വൈറൽ കണ്ടന്റ് അവരുണ്ടാക്കുന്നത്. പക്ഷേ ഇതങ്ങനെയാണ് എന്നെനിക്ക് തോന്നിയില്ല. കാര്യം അവർ വാദിക്കുന്ന വിഷയങ്ങൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ളതാണ്. എന്തായാലും ആദ്യം ഇവർ തമ്മിൽ ഈ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്നു ലേറ്റ് ആവുന്നതായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഷൈൻ അദ്ദേഹത്തിൻ്റെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ വോയിസ് മോഡുലേഷൻ കേൾക്കുമ്പോൾ വല്ലാണ്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ റിയാക്ട് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഓരോരുത്തർക്കും ഓരോ സംസാര ശൈലിയൊക്കെ ആണല്ലോ. എന്നാലും ഡയറക്ടർ കമലിനോടൊപ്പം ഇരുന്നുള്ള ഷൈൻ ടോം ചാക്കോയുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ, മമ്മൂക്കയോടൊപ്പം ഇരുന്നുള്ള ഷൈൻ ടോം ചാക്കോയുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായുള്ള ക്യാരക്ടർ ഇതാണോ എന്ന് നമുക്ക് സംശയം തോന്നാം. എനിവേ, ഈ സംസാരത്തിനൊക്കെ ശേഷം ഇൻ്റർവ്യൂ എടുക്കുന്നയാളെ ഗ്രേസിൻ്റെയും മറീനയുടെയും നടുക്കിരുത്തിയിട്ട് ഷൈൻ ടോം ചാക്കോ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുടെ കസേരയിൽ പോയിരിക്കുന്നുണ്ട്. കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംസാരത്തിനിടയിൽ കയറി മറുപടി പറയാമെന്ന് പറയുന്ന ഷൈൻ്റെ ഒരു രീതി, അതിനെ ഗ്രേസ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് ഒരാളൊരു കാര്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വീണ്ടും ഡയലോഗ് പറയരുതെന്ന്. അപ്പോൾ ഷൈൻ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരാൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചായിരിക്കും നമുക്ക് റിയാക്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ടാവുക. അത് അപ്പം പറഞ്ഞില്ലെങ്കിൽ ഈ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും പറയാനുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ പ്രശ്നം എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ സംസാരത്തിൻ്റെ പകുതി പോലും എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അതായത് ഇപ്പോൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് അയാൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും. അപ്പോൾ നമുക്ക് ഇടയിൽ കയറാൻ തോന്നും, അല്ലല്ല അത് ശരിയല്ല എന്ന് പറയേണ്ടത്. ഇത് നമ്മൾ ശീലിച്ച് വെക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മളുടെ അടുത്ത് ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ കേൾക്കും അല്ലെങ്കിൽ കേൾക്കണം എന്നുള്ളൊരു ചിന്തയോടെയാണല്ലോ അവർ സംസാരിച്ച് തുടങ്ങുന്നത്. ഒരു പക്ഷേ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ഇടയിൽ കയറി സംസാരിക്കുമ്പോൾ അവർ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ അത് ആവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നത്, ഞാനെന്തിനാ സംസാരിച്ചിട്ട്, ഇയാളിങ്ങനെ ഇടയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം നമ്മൾ സംസാരിക്കുന്ന കാര്യം ഒരാൾ കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ. നമ്മൾ മനസ്സിൽ നിന്ന് ഈ സാധനം വാക്കുകളായിട്ട് പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇടയ്ക്ക് കയറി ഒരുപാടാവുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾ പറഞ്ഞു തീർക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞാൽ മതിയല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെ ഇടയ്ക്ക് കയറുന്ന ആളുകൾക്ക് നഷ്ടപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അയാളുടെ ഉള്ളിലുള്ളത് നമ്മളോട് പറയാമെന്ന് തീരുമാനിക്കുക, നമ്മളെ വിശ്വസിക്കുക ആ സമയത്ത്. പിന്നെ അയാൾ പറയുന്നത് നമ്മൾ മര്യാദയോടെ കേൾക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ, അതാണ്. അതിന് വേണമെങ്കിൽ നമ്മളോടുള്ള റെസ്പെക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. സോ ഒരാൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യം മുഴുവനായി കേൾക്കുക എന്ന് പറയുന്നത് നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ബഹുമാനവും അയാൾ നമുക്ക് തരുന്ന ബഹുമാനവും കൂടി ചേരുന്നതാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു
റെസ്പെക്റ്റ് ഹേർട്ടാവും. ചെറിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരാൾ പറയുന്നത് കേൾക്കാതെ അല്ലെങ്കിൽ അയാൾ പറയുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ തവണ ബ്രേക്ക് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നത് വാഗ്വാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. സംസാരമല്ല, വാക്കേറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, വഴക്കുണ്ടാകുമ്പോഴാണ്. കാരണം അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മൾ മര്യാദ കൊടുക്കുന്നില്ല. അവനൊന്നും പറയണ്ട, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർക്കും, അത് കേട്ടാൽ മതി, അതിൻ്റെ അപ്പുറത്ത് നീ ഒന്നും പറയണ്ട എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അവിടെയുണ്ട്. പറയാൻ അനുവദിക്കുക, പറയുന്നത് മുഴുവൻ കേൾക്കുക, അത് കേട്ടതിന് ശേഷം സമാധാനത്തോടെ സംസാരിക്കുക എന്ന് പറയുന്നത് അവിടെയാണ് ബഹുമാനമുള്ളത്. അല്ലെങ്കിൽ അവിടെയാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഞാൻ ബഹുമാനിക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നത്. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട 2 ആരോപണങ്ങൾ മറീനയും ഗ്രേസും പറയുന്നുണ്ട്. പെൺകുട്ടികളായതുകൊണ്ട് പ്രതികരിക്കാതിരിക്കും എന്നുള്ളതാണ് മറീന പറയുന്നത്. കാരണം പ്രതികരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മര്യാദയില്ലാതെ പെരുമാറി എന്നൊക്കെ പറയുന്നത് പോലത്തെ ആരോപണങ്ങൾ നേരിടേണ്ടി വരും. പരാതി പറയുന്നവളാണ് എന്ന് പറയുന്ന പോലത്തെ ഇതിനു മുമ്പും ഞാൻ എവിടെയൊക്കെയോ ഏതൊക്കെയോ അഭിനേത്രികൾ അവരുടെ ഇൻ്റർവ്യൂവിലോ അല്ലാതെ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സെറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെടാതിരിക്കുക, ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ, അല്ലെങ്കിൽ സഹ അഭിനേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പരാതികൾ, ഇതൊക്കെ പറയുമ്പോൾ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ഇമേജ് മൊത്തത്തിൽ ഉണ്ടാവുകയും കിട്ടുന്ന അവസരങ്ങൾ വളരെയധികം കുറയുകയും ചെയ്യും. എന്നാൽ ആണുങ്ങൾ അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴും പരാതി പറയുമ്പോഴും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ആരോപണമാണ് അതിലുള്ളത്. അതുപോലെ തന്നെ ഗ്രേസ് പറയുന്നൊരു കാര്യം, പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിൽ അത് കേട്ടുവിടുകയുള്ളൂ. പക്ഷേ ആണുങ്ങൾ പറയുമ്പോൾ അതേ കാര്യം പെട്ടെന്ന് നടക്കും എന്നാണ്. അത് പറയുമ്പോൾ ഷൈൻ ടോം ചാക്കോ ഉടനെ എടുത്ത് പറയുന്ന ഉദാഹരണം, മമ്മൂക്ക 102 ഡിഗ്രി പനിയുള്ള സമയത്താണ് ഈ ജാക്കറ്റൊക്കെ ഇട്ട് വെള്ളത്തിലിറങ്ങുന്ന ഷോട്ട് എടുത്തതെന്നാണ്. ഇവിടെ ഷൈൻ്റെ ഉദാഹരണത്തിൻ്റെയും ഇവർ പറയുന്ന ആരോപണങ്ങളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും പറയുന്നത് ആണാണ് എന്നുള്ളത് കൊണ്ട് മാത്രം കുറച്ച് ആളുകൾ അനുഭവിക്കുന്ന പ്രിവിലേജുകളും പെണ്ണായതുകൊണ്ട് മാത്രം അവർ അനുഭവിക്കേണ്ടി വന്ന വിവേചനവുമാണ്. ഷൈൻ പറയുന്ന ഉദാഹരണം എന്ന് പറയുന്നത് ഒരാളുടെ ഡെഡിക്കേഷനാണ്. മമ്മൂക്ക ആണായതുകൊണ്ടല്ല പനിയുള്ള സമയത്ത് വെള്ളത്തിൽ ചാടിയത്. മമ്മൂക്കയ്ക്ക് അഭിനയത്തിനോടുള്ള ഇഷ്ടമുള്ളതുകൊണ്ടും ആ സിനിമ നടക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടുമാണ്. പക്ഷേ ഇവിടെ ഈ അഭിനേത്രിമാർക്ക് ഡെഡിക്കേഷൻ കുറവുള്ളത് കൊണ്ടല്ല, അവർ പറയുമ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തോന്നുകയും അതേസമയം അവരോടൊപ്പം നിൽക്കുന്ന പുരുഷ അഭിനേതാക്കൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയും ചെയ്യുന്നത്. കമ്മിറ്റ്മെൻറ്റ് വേറൊരു വിഷയമാണ്, വിവേചനം വേറൊരു വിഷയമാണ്. അതിനോട് ചേർത്ത് വെക്കാൻ മറീന ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അവരൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്നു. അവർക്ക് ഡസ്റ്റ് അലർജി കാരണം ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. ഒരു ആശുപത്രിയിൽ ചെന്നു. അവിടെ ചെന്ന് നെബുലൈസ് ചെയ്യുകയും 3 ദിവസം റെസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അതേസമയം പ്രൊഡ്യൂസർ ഒരു ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്ന് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ച് സിനിമയിൽ അഭിനയിപ്പിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഒരു റെസ്റ്റ് കൊടുക്കുന്നത്. അതേസമയം ഒരു പുരുഷ അഭിനേതാവായിരുന്നെങ്കിൽ അയാൾക്ക് റെസ്റ്റ് കൊടുക്കുമായിരുന്നില്ലേ എന്നുള്ളതാണ് മറീനയുടെ ചോദ്യം. അപ്പോഴും ഷൈൻ എടുത്തുകൊണ്ട് വരുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഡെഡിക്കേഷൻ്റെ ഉദാഹരണങ്ങളാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി അത്രയധികം കഷ്ടപ്പെട്ട അത് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. പക്ഷേ ഇവിടെ അവരുന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർ കൂടി ഭാഗമായിട്ടുള്ള സിനിമയുടെ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവേചനമാണ് അനുഭവിക്കുന്നത് എന്ന് അവർക്ക് തോന്നലുണ്ടാക്കിയ അല്ലെങ്കിൽ അങ്ങനെ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. വീണ്ടും മറീന പോകുന്ന ഉദാഹരണം, ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ അവിടെ ആണുങ്ങൾക്കൊക്കെ കാരവാൻ ഉണ്ട്, തനിക്കൊരു മുറിയാണ് കിട്ടിയതെന്നാണ്. അപ്പോൾ തന്നെ ഷൈൻ ചൂടാവുന്നുണ്ട്. അതിൽ ഷൈൻ്റെ പ്രതികരണത്തിൽ നിന്നും ആ റീല് കണ്ടതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഷൈൻ ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് ആണുങ്ങൾ എന്ന് പറയുന്നു, പേരെടുത്ത് പറയണ്ടേ, അതല്ലേ വേണ്ടത് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂട്ടിച്ചേർക്കുന്നത്, മെയിൽ ആക്ടേഴ്സ് എന്നെന്തിനാണ് പറയുന്നത്, ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ്. അത് അത്രയും നേരം അവർ വിശദീകരിച്ചിട്ടും പുള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും. 2, പുള്ളി റിയാക്ട് ചെയ്ത രീതിയാണ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, നമ്മളോടൊരാളൊരു കാര്യം പറയാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അവരെ അത് പറയാൻ അനുവദിക്കാതെ അല്ലെങ്കിൽ അവരത് പറയുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം കയറി ബഹളം വെച്ചുകൊണ്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ആ പറയാൻ വരുന്ന ആളെ ബഹുമാനിക്കാത്തൊരു രീതിയാണ്. ഞാൻ വളരെ സിംപ്ലസ്റ്റ് ഓഫ് ദ സിംപ്ലസ്റ്റ് ഉദാഹരണം പറയാം. നിങ്ങളുടെ സ്കൂളിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു, നിങ്ങളതിൽ ഭാഗമായിട്ടില്ല, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ വന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ആരോപിക്കുന്നു. നിങ്ങളോട് ചോദിക്കുന്നു എന്താ കാര്യം. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുന്നു, വീണ്ടും അവരത് തന്നെ ആ രീതിയിൽ തന്നെ ആവർത്തിക്കുന്നു, ഷൗട്ട് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമുക്ക് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ ആ അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ മുമ്പിൽ നിൽക്കുക. ഇതേ കാര്യം അച്ഛനോ അമ്മയോ ആണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഓടിപ്പോയി സ്വന്തം മുറിയിൽ കയറാൻ നോക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ നോക്കും. ഇതേ കാര്യം തൊഴിലിടത്താണെങ്കിൽ താൻ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് ചിലപ്പോൾ മാറിപ്പോവും. പക്ഷേ അങ്ങനെ മാറിപ്പോകാൻ പറ്റാത്തൊരു സാഹചര്യമോ അല്ലെങ്കിൽ വളരെ അധികാര കസേരയിലിരിക്കുന്ന ഒരാളും നമ്മൾ എപ്പോൾ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു എംപ്ലോയിയോ ആണെങ്കിൽ ചിലപ്പോൾ കേട്ടുകൊണ്ട് നിൽക്കും. ഉള്ളിൽ നമുക്ക് നല്ല ദേഷ്യം ഉണ്ടാവും. ഇനി അതേ കാര്യം മറീനയിലേക്ക് കണ്ടു നോക്കൂ. ഷൈൻ ആക്രോശിക്കുന്ന സമയത്തെല്ലാം ആ എന്ന് പറഞ്ഞ് കേട്ടിരുന്നിട്ട് മറുപടി പറയാൻ നോക്കുമ്പോൾ വീണ്ടും 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 ചോദിച്ച അതേ കാര്യം തന്നെ അതിൻ്റെ മറുപടി എന്താണ് എന്നറിയാൻ ആഗ്രഹമില്ലാത്തതുപോലെ ഷൗട്ട് ചെയ്ത് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ച് ഇങ്ങോട്ടൊരു റെസ്പെക്റ്റും കാണിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ മൈക്ക് ഊരി വെച്ചിട്ട് എണീറ്റ് പോകും. അത്രേ അവർ ചെയ്തിട്ടുള്ളൂ. ഇനി എന്തുകൊണ്ട് പേര് പറഞ്ഞില്ല? അതിൽ കുറേ വിഷയങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ
മറീന എന്ന് പറയുന്ന അഭിനേത്രി അല്ലെങ്കിൽ മലയാളത്തിലെ ഏതെങ്കിലും ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ എടുത്തോളൂ, അവർ ഇർറിപ്ലേസബിൾ ആയിട്ടുള്ള ഒരാളല്ല. അതായത് അവർക്ക് പകരം എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വേഷം ചെയ്ത് ഇവരെ പോലൊരു അഭിനേത്രിയെ നമുക്ക് ഈ റോളിൽ കിട്ടില്ല എന്ന് പറയുന്ന ഒരു വേഷത്തിലേക്ക് എത്തിയിട്ടില്ലാത്തൊരു അഭിനേത്രിയാണ്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം ഈ ഇന്ന സിനിമയിൽ ഇന്ന അഭിനേതാക്കൾ എന്ന് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ആർട്ടിസ്റ്റുകളുടെ അടുത്ത സിനിമകളിൽ മറീനയ്ക്ക് വേഷം ഉണ്ടാവില്ല, ഇല്ലേ? ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളത് പ്രതീക്ഷിക്കണമല്ലോ. അതുപോലെ തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ മൊത്തം ഫിലിം ഇൻഡസ്ട്രി എന്നല്ല, ലോകത്ത് എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു വലിയ വിഭാഗം ആളുകൾ, എല്ലാവർക്കുമല്ല, ഒരു വലിയ വിഭാഗം ആളുകൾ വളരെ ഫ്രജൈലായിട്ടുള്ള ഈഗോ ഉള്ള ആളുകളാണ്. അതായത് നമ്മൾ ഏറ്റവും സരസമായ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത, അതിൻ്റെ പേരിൽ ദേഷ്യപ്പെടുന്ന, എന്നോട് സംസാരിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചിന്തിക്കുന്ന, ഏതറ്റം വരെയും പോയി പ്രതികാരം ചെയ്യാനൊക്കെ സാധിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സിലേക്ക്, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന ആളുകളാണ്. ഒരു സിനിമയെക്കുറിച്ച് ഏറ്റവും മാന്യമായ ഭാഷയിൽ പറയേണ്ടതിൻ്റെ ഒരു 30% പോലും പറയാതെ തന്നെ ഒരു മൂവി റിവ്യൂ ഇട്ടതിന് ഭീഷണിപ്പെടുത്തുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഒരു പക്ഷേ ഈ പേരെടുത്ത് പറയാൻ ആവശ്യപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരങ്ങനെ ആയിരിക്കണമെന്നില്ല. പക്ഷേ മറീന ഒരു പക്ഷേ അവരെക്കുറിച്ച് അങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിലോ, അങ്ങനെ ഒരു ഭയമാണ് അവരുടെ ഉള്ളിലുള്ളതെങ്കിലോ സ്വാഭാവികമായും പേരെടുത്ത് പറയാൻ പറ്റുമോ? പിന്നെ പേരെടുത്ത് പറയാതെ, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ജോലി സ്ഥലത്തെ കുറ്റം പറയുന്ന സമയത്ത് പേരെടുത്ത് പറയാതെ നമ്മൾ വിമർശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ഓഫീസിൽ ഒരു കോൺഫറൻസ് ഹാളുണ്ട്. ആ കോൺഫറൻസ് ഹാളിൽ ഒരു AC വെച്ചിട്ടുണ്ട്. ഈ AC കൂടുതൽ സമയം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായും കറണ്ട് ബില്ല് കൂട്ടുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവും. ആ കാര്യങ്ങളും ഓഫീസിലെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തസ്തിക വേറെ ആയിരിക്കും, എങ്കിലും അതിന് വേണ്ടിയിട്ട് അവിടെ ഒരാളുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കോൺഫറൻസ് ഹാളിൽ AC ഇട്ടതിന് ശേഷം തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് ആ AC ഓഫ് ചെയ്യാൻ മറന്നു പോകുന്ന ആളുകളെ. അവർ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങളെക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ ജോലിയെ ബാധിക്കാൻ തക്കതായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ആളുകളായിരിക്കാം. അത് ഒന്നിലധികം തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഓഫീസിലെ കറണ്ട് ഉപയോഗം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരു മാനേജർ ലെവലുള്ള ഒരാൾ വിളിച്ച് പറയുമ്പോൾ, ഇതെല്ലാം കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഇവിടെ കോമൺ ആയിട്ടാണല്ലോ പറയുന്നത്, കറണ്ട് ബില്ല് കൂടുന്നു, നിങ്ങളെല്ലാവരും ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് നോക്കുന്നത് എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ഈ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, നിങ്ങളുടെ ജോലിയെ ബാധിക്കാൻ സാധ്യതയുള്ള, നിങ്ങളുടെ ജോലിയെയും നിങ്ങളെയും ഭീഷണിപ്പെടുത്താൻ തക്ക കരുത്തുള്ള ആൾക്കാരെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയുക? സർ, പല സമയങ്ങളിലും പലരും AC ഓഫ് ചെയ്യാതെ കോൺഫറൻസ് ഹാളിൽ അത് വർക്ക് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അതൊന്ന് തിരുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് കോമൺ ആയിട്ട് പറയല്ലേ ഉള്ളൂ. അപ്പോൾ കേൾക്കേണ്ട കുറച്ച് ആളുകൾ കേൾക്കും, ശ്രദ്ധിക്കേണ്ട കുറച്ച് ആളുകൾ ശ്രദ്ധിക്കും. നാളെ നമ്മൾ ഈ പറഞ്ഞ ഇൻഫ്ലുവൻഷ്യലായ, നമ്മുടെ ജോലിയെയും ജീവനെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അത്രയും കരുത്തരായിട്ടുള്ള ആളുകൾ ആ തെറ്റ് ചെയ്യുമ്പോൾ അവരെ തിരുത്താൻ പറ്റുന്ന ഒരാൾ അതിനെ ചോദ്യം ചെയ്യും. അങ്ങനെ അതിനൊരു മാറ്റം വരും. സോ നമ്മൾ സേഫായിട്ടിരിക്കും, നമ്മുടെ ജോലി സേഫായിട്ടിരിക്കും, തിരുത്തലുണ്ടാവേണ്ട കാര്യത്തിനൊരു തിരുത്തലുണ്ടാവും. അത്രയൊന്നും ഇൻഫ്ലുവൻഷ്യലും പവർഫുള്ളും അല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അതാണ്. ഇനി പേരെടുത്ത് വിമർശിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുള്ളതാണ്. എത്രയോ അഭിനേത്രിമാർ അവർ ഈ ഇൻഡസ്ട്രിയിൽ ഏതോ കാലത്തുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് എത്താതെ കൂടുതൽ അവസരങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പേരെടുത്ത് പറയാൻ നിർവാഹമില്ല. എന്തായാലും അതിൽ ഷൈൻ പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡയലോഗുണ്ട്, പ്രതികരിക്കാനുള്ള അവസരമൊക്കെ നമ്മൾ തരുമെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. അതിൽ തന്നെ ഷൈൻ അത്രയും നേരം പറഞ്ഞ പല കാര്യങ്ങൾക്കുള്ള ഉത്തരവുണ്ട്. ആണുങ്ങൾ എന്ന് പറയുന്നതിന് പകരം പേരെടുത്ത് പറഞ്ഞൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസരങ്ങൾ, പ്രതികാരം, സേഫ്റ്റി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മറീനയും ഗ്രേസും ഒക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു കമ്മീഷൻ വന്ന് റിപ്പോർട്ടാക്കി അത് സബ്മിറ്റ് ചെയ്തിട്ട് കാലം കുറയായി. അത് പുറത്തേക്ക് വരാത്തത് എന്തുകൊണ്ടായിരിക്കും? അത് മലയാള സിനിമയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, അത്രയധികം ഈക്വാലിറ്റി നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണോ? അതോ തുറന്നു പറഞ്ഞവർക്കും തുറന്ന് കാട്ടപ്പെട്ടവർക്കും ഒരുപാട് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നുള്ളതുകൊണ്ടാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലുണ്ട് ഇവർ രണ്ടുപേരും ആരോപിച്ച, അവർ നേരിടുന്നു എന്ന് പറഞ്ഞ ആ വിവേചനങ്ങൾക്കുള്ള ഉത്തരം. Thank you so much for watching this video.